ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധിക വരുണിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പ്രിയങ്ക ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ, നമ്മുടെ ലക്ഷ്യം അതല്ല. രാധികയും പ്രിയങ്കയും തമ്മിലടിക്കണം. രാധികയെ എന്നേക്കുമായി പ്രിയങ്ക ഇവിടുന്ന് പുറത്താക്കണം. ആ വൈരാഗ്യത്തിൽ പ്രിയങ്കയെ വരുൺ കണിമംഗലത്ത് നിന്ന് അടിച്ചിറക്കണം. അതിനെ ചൊല്ലി ഈ വീട്ടിലൊരു യുദ്ധം തന്നെ നടക്കണം. പണ്ട് തീരുമാനിച്ചതുപോലെ ഇനിയുള്ള കാലം വിദേശത്തായിരിക്കുമെന്ന് പറഞ്ഞ് വരുൺ എന്നേക്കുമായി ഇവിടം വിട്ടു പോണം. അത്രയും എത്തിക്കുന്നത് വരെ നമുക്കിനി വിശ്രമമേ ഇല്ല ചെറിയമ്മ. വരുന്നുണ്ട് നിഷ്കളങ്കയായ കാമുകി. നിക്കടി, നീ എന്താ ഇത്ര വൈകിയത്? ഞാൻ വൈകിയില്ലല്ലോ. എന്നും ഈ സമയത്താ വരുന്നത്. വൈകിയെന്ന് ഞങ്ങൾ പറഞ്ഞ അതങ്ങ് കേട്ടാ മതി. വഴിയിൽ ആരെങ്കിലും ആരാധകരുണ്ടോ നിനക്ക്? എന്താ ചെറിയമ്മ ഇത്? അവളൊരു നാട്ടിൻ പുറത്തുകാരിയല്ലേ. ചെറിയമ്മ പറയുന്നതൊക്കെ മനസ്സിലാവോ? ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് ചോദിക്കേ. നിന്നെ വഴിയിൽ ആരെങ്കിലും കാത്തു നിൽക്കാറുണ്ടോന്നാ ചോദിച്ചത്. അവരുമായിട്ട് എങ്ങോട്ടെങ്കിലും പോവാറുണ്ടോ നീ? ഇല്ല, തൽക്കാലം അവൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയമ്മേ. അവൾക്ക് കാണാനുള്ള ആൾ ഇവിടെ തന്നെ ഇല്ലേ? ദേവനാരായണ തിരുമേനി അങ്ങനെയല്ലേ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്? ചെറിയമ്മേ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാ അത് കൂടപ്പറപ്പിന് കൂടി കൈമാറണം. അങ്ങനല്ലേടി? ദേ, ഇപ്പോ പ്രിയങ്കയ്ക്ക് ഒരു ഭർത്താവിനെ കിട്ടിയാ അത് ഇവൾക്ക് കൂടെ ഉള്ളതാണല്ലോ. അങ്ങനെയല്ലേടി? അതെ അതെ. പിന്നെ പൂജാരിയുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യുമ്പോ അതിനൊരു മഹത്വം ഉണ്ടാവും. ഏട്ടത്തി, നിങ്ങൾ എന്നെ കുത്തി നോവിക്കാണെന്ന് എനിക്കറിയാം. അയ്യോ, എന്നെ കുറ്റം പറഞ്ഞോളൂ. അതിനിടയിലേക്ക് അച്ഛന്റെ പേര് വലിച്ചഴിക്കണ്ട. ഓ, അച്ഛനെ പറഞ്ഞപ്പോ നിനക്കങ്ങ് പൊള്ളിയോ? മുൻപേ നിന്നെ ചിലതൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ വീട്ടിലുള്ളവര് തന്നെ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. നല്ല കുടുംബത്തിൽ പിറക്കാത്തതുകൊണ്ടാണെന്ന്. നല്ല കുടുംബത്തിൽ പിറക്കാത്തതുകൊണ്ടാ ദേവനാരായണ തിരുമേനിയുടെ കുടുംബത്തെ കുറ്റം പറയുന്നതെന്ന്. അങ്ങനെയുള്ള കുടുംബത്തിലൊരു കുറ്റം വന്നാ ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചു പോവില്ലേ മോളെ? നീ ചെല്ല്. അമ്മ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പുറകെ ഞങ്ങളും വരാം. അവളുടെ നെഞ്ചിടിക്കുന്ന ശബ്ദം ദൂരെ തന്നെ കേൾക്കാം. കൽപ്പനെ, ഇവള് കയറി തൂങ്ങുകയെങ്ങാനും ചെയ്യോ? അങ്ങനെയൊന്നും പേടിക്കണ്ട. ഈ വിധിയോർത്ത് കരയാൻ ശീലിച്ച ഒരു പെണ്ണും ഒരു കാലത്തും സ്വയം ചാവില്ല. മറ്റുള്ളവർക്കൊരു ഉദാഹരണമായി ജീവിച്ചിരിക്കാറാണ് പതിവ്. എന്തായാലും അവളായിട്ട് ചാവില്ല, നമ്മൾ കൊല്ലും.